എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 4 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്റർ 4 അതായത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ അടുത്ത 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ധ്യാന ശ്ലോകം. മുഖം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അത് ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗ ശ്ലോകം 3. സ ഏവായം മയാ തേധ്യായ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. അപ്പോൾ ഈ വായിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ ഭക്തനും സുഹൃത്തും ആണല്ലോ നീ അർജുന. അതുകൊണ്ടാണ് ആ വളരെ പുരാതനമായിട്ടുള്ള ആ ഒരു യോഗം, ആ ഒരു ജ്ഞാനയോഗം, കർമ്മയോഗം എന്ന രീതിയിൽ പലതരത്തിൽ ഉപദേശങ്ങൾ ഭഗവാൻ കൊടുക്കുന്നുണ്ടല്ലോ. അത് ഞാനിപ്പോൾ നിനക്ക് ഉപദേശിച്ച് തന്നത്. അപ്പോൾ ഇപ്പോൾ കർമ്മയോഗമാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് കർമ്മം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ഭഗവാനിൽ എത്തിച്ചേരാം എന്നുള്ള ഒരു സന്ദേശമാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ഞാൻ നിനക്ക് ഉപദേശിച്ച ഈ ഒരു ഉപദേശമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ യോഗം എന്നാണ് അതിനെ പറയുന്നത്, ഇത് വളരെ രഹസ്യവും ഉത്തമവുമാകുന്നു അർജുന എന്ന് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ അത് ഒന്നും കൂടെ നോക്കാം. സ ഏവായം മയാ തേധ്യാ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നീ എൻ്റെ സുഹൃത്താണ് അർജുന, എന്നാൽ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്ന ഈ ഉപദേശമുണ്ടല്ലോ, ഗീത ഉപദേശം, അത് വളരെ രഹസ്യവും ഉത്തമവുമാണ് എന്നാണ്. അപ്പോൾ രഹസ്യം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയെയാണ് ഇവിടെ ഉത്തമ രഹസ്യം എന്ന് പറയുന്നത്. കാരണം അത് എപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ്. അങ്ങനെ വളരെ ആരും കേൾക്കാതെ മറ്റുള്ളവർക്ക് പറയണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെയൊന്നും ഇങ്ങനെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയരുത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിചാരം ഉണ്ട് പലർക്കും. പക്ഷെ ആ ഒരു അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് എന്നാണ് ഇവിടെ. ഇവിടെ രഹസ്യം എന്ന പദത്തിൻ്റെ അർത്ഥം ആത്മവിദ്യ ആയതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുന്നത്. അതായത് ആത്മാവിനെ കുറിച്ചുള്ള ഡിസ്കഷനാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന് പറയും. അത് ബ്രഹ്മവിദ്യ ആയതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുന്നത്. തന്നിൽ തന്നെയുള്ള ആത്മാവിനെ എത്ര അറിവുണ്ടായാലും തന്നിൽ തന്നെയുള്ള ആത്മാവിനെ ബോധിക്കുവാനാകില്ല മറ്റൊരാളുടെ ഉപദേശം കൂടാതെ. അപ്പോൾ ഈ വേറെ ഇപ്പോൾ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ ഈ ഓൺലൈനിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അറിവുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആ അറിവ് നമുക്ക് കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയം മതി. എന്നാൽ ഈ ഒരു ആത്മവിദ്യ എന്ന് പറയുന്ന ഈ ബ്രഹ്മവിദ്യ, ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഇത് ബുദ്ധിക്ക് അതീതമായ വിദ്യയാണ്, അല്ലെങ്കിൽ അവ്യയമായ ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് അത് ഒരു ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു എന്താ പറയുക, സ്നേഹനിർഭരമായൊരു ഉപദേശ രൂപത്തിൽ കൊടുക്കുമ്പോഴാണ് അതിന് വളരെ മാഹാത്മ്യമുള്ളത്. അതുകൊണ്ടാണ് ഗീതോപദേശം എന്ന് പറയുന്നത് മറ്റ് വിദ്യകൾ പോലെ നമുക്ക് മറ്റൊരാൾക്ക് വേഗം പറഞ്ഞു കൊടുത്താലും അവർക്ക് അതുകൊണ്ട് ഗുണവും ഉണ്ടാകാത്തത്. അപ്പോൾ ഈ ഗീത ഉപദേശിക്കുന്നത് നമ്മൾ ആ ഒരു ഗുരു ആർക്കാണോ തൻ്റെ ശിഷ്യന് വളരെ ഇഷ്ടത്തോടുകൂടി അത് പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അതിന് രഹസ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ ചെവിയിൽ പറയുന്ന രഹസ്യം എന്നുള്ള ഒരു അർത്ഥം അല്ല അതിനുള്ളത്. കാരണം അങ്ങനെ ആ ഗുരു വളരെ ഇഷ്ടത്തോടും താല്പര്യത്തോടും സ്നേഹത്തോടും കൂടി തൻ്റെ ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ആത്മവിദ്യ ആവുമ്പോഴാണ് അതിന് കുറച്ച് മഹത്വം കൂടുതൽ ആവുന്നത്. അതുകൊണ്ടാണ് ഈ മാർഗം പൂർണ്ണമായ ഭക്തിയുടെയും പൂർണ്ണമായ സ്നേഹനിർഭരമായൊരു പാരസ്പര്യത്തിൻ്റെയും ഒരു
രീതിയിൽ ഗുരുശിഷ്യന്മാർ തമ്മിൽ ആ ഗുരു ശിഷ്യന് ആ ഉപദേശ രൂപേണ നൽകുന്നത് കൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ സാധാരണ പിന്നെ ഒരു വാചക രൂപത്തിൽ പറയുമ്പോൾ രഹസ്യം എന്ന് പറയുന്ന ആരും കേൾക്കാതെ കൊടുക്കുന്ന അങ്ങനെയല്ല, ആരും കേൾക്കാതെ എന്നുള്ളതല്ല, അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ തന്നെ ഇവിടെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് വായിക്കാം. ഇവിടെ ബ്രഹ്മവിദ്യയെ ഉത്തമ രഹസ്യമെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സ്വാർത്ഥമതികളായ പുരോഹിതവർഗം പൊറുക്കാനാവാത്ത തെറ്റിദ്ധാരണകൾ സാധാരണ ജനങ്ങളിൽ ഇടക്കാലത്ത് അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ വേദങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം, അതെത്ര കുലീനമായാലും സ്വകാര്യ സമ്പത്ത് ആയിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആകുകയും അരുത്. ഒരാൾക്ക് എത്ര തന്നെ അറിവുണ്ടായാലും മറ്റൊരാളുടെ ഉപദേശം കൂടാതെ തന്നിൽ തന്നെയുള്ള ആത്മാവിനെ ബോധിക്കുവാനാവില്ല എന്ന് മാത്രമാണ് രഹസ്യം എന്ന പദം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ചിന്മയാനന്ദ സ്വാമികളുടെ വാക്കുകളാണ്. അപ്പോൾ ബുദ്ധിക്ക് അതീതവും നിത്യവും അവ്യയവുമായ ആത്മാവിൻ്റെ ഉണ്മയെ യുക്തി കൊണ്ട് ഗ്രഹിക്കാനാവില്ല. അത് ബുദ്ധിയേക്കാൾ സൂക്ഷ്മവും ബുദ്ധിയെ തന്നെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. അപ്പോൾ ഇത് ബുദ്ധിക്ക് അതീതമാണ് ഈ ആത്മവിദ്യ. അതുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ വളരെ പ്രയാസമുണ്ട്. ആ ബ്രഹ്മവിദ്യയാണ് ഇവിടെ ഉത്തമ രഹസ്യമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്കുകളൊന്ന് നോക്കാം. അതായത് ശ്ലോകം സ ഏവായം മയാ തേധ്യായോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം എന്നാണ്. മേ ഭക്ത എൻ്റെ ഭക്തനും സഖാച്ച സുഹൃത്തും അസി ഇതി ആണല്ലോ, ഇതി ആണല്ലോ എന്നതുകൊണ്ടാണ് പുരാതനഃ സ അയം എന്നുള്ള അർത്ഥമാണ് സ അയം ആ യോഗം. സ അയം യോഗ എന്ന് പറഞ്ഞാൽ ആ യോഗം ഏവ തന്നെ അദ്യ ഇപ്പോൾ തേ നിനക്ക് മയ എന്നാൽ പ്രോക്ത ഉപദേശിച്ച് തന്നത്. അപ്പോൾ നീ എൻ്റെ സുഹൃത്താണ് എന്നുള്ളത് കൊണ്ടാണ് ഉപദേശിച്ച് തന്നത്. ഹി ഏതത് രഹസ്യം ഉത്തമം, ഏതത് ഇത് രഹസ്യവും ഉത്തമവും ആകുന്നു തന്നെ എന്നാണ്. ഹി എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് രഹസ്യവും ഉത്തമവുമായ ഈ ഒരു എന്താ പറയുക ഒരു ഉപദേശം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു. അത് ബ്രഹ്മവിദ്യയാണ്, അത് ഉത്തമ രഹസ്യമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് ബുദ്ധിയേക്കാൾ സൂക്ഷ്മവും ബുദ്ധിയെ തന്നെ പ്രകാശിപ്പിക്കുന്നതും ആകുന്നു അർജുന എന്നാണ് പറഞ്ഞ് അത് ആ ഒരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ ശ്ലോകം വായിക്കാം. സ ഏവായം മയാ തേധ്യായോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു അറിവുള്ള ഒരു ആചാര്യനിൽ നിന്ന് പഠിക്കുമ്പോഴാണ് അതിന് കുറച്ച് എന്താ പറയുക അതിൻ്റെ ഒരു മേന്മ കുറച്ച് കൂടുതൽ. അതുകൊണ്ടാണ് നല്ല ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങൾ ആ പുസ്തകം വേണം എടുത്ത് ഇതെല്ലാം പഠിക്കാൻ. പിന്നെ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ ഉപദേശവും നമുക്ക് കേൾക്കാമെന്ന് നമുക്ക് ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഈ ഒരു ശ്ലോകം ഗുരുവായൂരപ്പൻ്റെ പാദഹരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.